NSS എപ്പോഴും സമദൂര സിദ്ധാന്തം എടുക്കുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും ഒരു നിലപാടുകൾ ഉറക്കെ പറയാറുള്ള ഒരു സമുദായ നേതാവാണ്. അദ്ദേഹം LDFിനൊപ്പമായിരുന്നു ഇത്രയും കാലം വരെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് മാറ്റം വന്നു തുടങ്ങി. അദ്ദേഹം ഇപ്പോൾ UDFിനെയും LDFിനെയും ഒക്കെ ഒരുപോലെ കാണുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. എപ്പോഴും മുസ്ലിം സമുദായമാണ് UDF ആണെങ്കിലും LDF ആണെങ്കിലും കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. കാന്തപുരം LDFിനും ലീഗ് UDFിനും എന്ന് പറയുന്നു, മലപ്പുറമാണ് തലസ്ഥാനമെന്ന രീതിയിൽ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ BJPയിലുള്ള മകൻ BDJSൻ്റെ അധ്യക്ഷനൊക്കെ ആയിട്ടുള്ള മകനെയും തള്ളി പറയുന്നില്ല, BJPയും തള്ളി പറയുന്നില്ല. സ്വാഭാവികമായും ഇതൊരു വലിയ കമ്മ്യൂണൽ പ്രശ്നമാകാനുള്ള സാധ്യത കൂടിയുണ്ട്. അതായത് ഏത് പാർട്ടിയിലും ഈഴവർ തള്ളിക്കയറുക, അവിടുത്തെ ഒരു നിർണായക ശക്തിയായി അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അധികാരം എത്തിക്കുക എന്ന തലത്തിലേക്ക് ഈഴവ സമുദായം മാറണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പലതും മറ്റ് സമുദായങ്ങളാണ് കൈയടക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പ്രസ്താവനയിലൂടെ പറഞ്ഞു. ഇത് വലിയൊരു വർഗീയമായ ഒരു പരാമർശം എന്ന രീതിയിലാണ് ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. എങ്ങനെ കാണാം അതിനെ? ഈ വെള്ളാപ്പള്ളി നടേശൻ്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രസ്താവനകളുടെ ഒരു ദിശ നമുക്ക് ഏതാണ്ട് ബോധ്യമുള്ളതാണ്. അദ്ദേഹം മലപ്പുറം സ്റ്റേറ്റ്മെൻറ്റ് തൊട്ടാണ്, മലപ്പുറത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗവും അതിനെ തുടർന്നുള്ള പത്രസമ്മേളനങ്ങളൊക്കെ ഒരു മുസ്ലിം വിരുദ്ധമായ ഒരു നിലപാടുള്ള നേതാവായി വെള്ളാപ്പള്ളി നടേശന് മുമ്പ് ഇല്ലാത്ത വിധം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ആരുടെ രാഷ്ട്രീയമാണ് എന്ന ചോദ്യത്തിന് എനിക്ക് തോന്നിയിട്ടുള്ളത് വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ നിലപാടുകളെ പണ്ട് നിർണ്ണയിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ അനുയായികളാണ്. എന്ന് പറഞ്ഞാൽ ഈഴവ സമുദായം ആരുടെ കൂടെ നിൽക്കുന്നു, ഈഴവ സമുദായത്തിലെ മഹാഭൂരിപക്ഷത്തിൻ്റെയും ബോധ്യം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ച് CPMൻ്റെ അണികളിൽ വലിയൊരു ശതമാനം ഈഴവന്മാരാണ്. അവരുടെ ബോധ്യമനുസരിച്ചാണ് നേതാവ് എന്ന നിലയിൽ അദ്ദേഹം നിലപാടെടുത്തിരുന്നത്. എന്ന് പറഞ്ഞാൽ അനുയായികൾ നേതാവിന് നിലപാടുണ്ടാക്കുകയായിരുന്നു. ആ നിലപാടിൽ ഇപ്പം മാറ്റം വന്നിട്ടുണ്ട്. ഈഴവ കമ്മ്യൂണിറ്റിക്ക് ഇടതുപക്ഷത്തോട് ഏതാണ്ട് മടുക്കുകയും ഇടതുപക്ഷത്തിൽ നിന്ന് ഈഴവ കമ്മ്യൂണിറ്റി വല്ലാതെ അകന്നു പോവുകയും ചെയ്തിരിക്കുന്നു എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി പോലും ഈ നിലപാടെടുക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് കണ്ടതാണ്. അതിന് മുമ്പും അത് അദ്ദേഹത്തിന് ഏതാണ്ട് തോന്നി തുടങ്ങിയതാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവനയുടെ രാഷ്ട്രീയ പാഠം ഉണ്ടാകേണ്ടത് ഇടതുപക്ഷത്തിനാണ്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളിയെപ്പോലൊരു നേതാവ് അണികളുടെ വികാരം മനസ്സിലാക്കിയിട്ട് മാറി ചിന്തിക്കുന്നു, മറിച്ചൊരു നിലപാടെടുക്കുന്നു, മുസ്ലിം വിരുദ്ധമായ നിലപാടിലേക്ക്, ന്യൂനപക്ഷ വിരുദ്ധമായ നിലപാടിലേക്ക് പോകുന്നു എന്നത് അവർക്ക് പാഠമായി തീരേണ്ടതാണ്. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പോൾ ഈഴവ സമുദായം ഒരുപാട് മാറിക്കഴിഞ്ഞു. പണ്ട് പ്രബുദ്ധര ആണ് എന്ന രീതിയിൽ പറയുമായിരുന്നു. കാരണം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടായാലും അവർ ഈ ചിഹ്നത്തിന് ജാതിമത ഭേദമന്യേ ഇപ്പോൾ LDF ആണെങ്കിൽ ഇപ്പോൾ നായർ സമുദായത്തിലെയോ മുസ്ലിം സമുദായത്തിലെയോ സ്ഥാനാർത്ഥികളാണെങ്കിൽ പോലും ഈഴവ സമുദായം എപ്പോഴും ആ ചിഹ്നത്തിന് അല്ലെങ്കിൽ ആ പാർട്ടിക്ക് മാത്രം വോട്ട് ചെയ്യുന്ന സംവിധാനമാണ് കാലങ്ങളായി വന്നുകൊണ്ടിരുന്നത്. അതേസമയം നായേഴ്സ് ആണെങ്കിലും മുസ്ലിംസ് ആണെങ്കിലും ക്രിസ്ത്യൻസ് ആണെങ്കിലും അവരുടെ ജാതീയമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ചിലപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ അത്തരത്തിൽ ചെയ്യാറുണ്ടെന്ന് പൊതുവെ ഒരു ധാരണ കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ട്രെൻഡ് മാറി തുടങ്ങി. ഈഴവ സമുദായം കൂടുതലായി LDFിൽ നിന്ന് അകലുന്നു, BJPയിലേക്ക് കൂടുതൽ പേർ പോകുന്നു, കോൺഗ്രസിലേക്കും പോകുന്നു. അതാണ് ഇപ്പോഴത്തെ നിലമ്പൂർ ചിത്രം തൊട്ട് അതിനു മുമ്പുള്ള ഉപതെരഞ്ഞെടുപ്പുകളുടെ ചിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അത് തിരിച്ചറിയേണ്ടത് LDF തന്നെയാണ്. തീർച്ചയായിട്ടും LDF തിരിച്ചറിയണം. ഒന്ന്, ഇതിൽ UDFന് ആശാവഹമായ അല്ലെങ്കിൽ അവർക്ക് പ്രതീക്ഷ നൽകുന്ന ശുഭോദർക്കമായൊരു നിലപാട് കൂടി അദ്ദേഹത്തിൻ്റെ നിലപാട് മാറ്റത്തിലുണ്ട്. അദ്ദേഹം ഇന്നലെ വരെ ഈ പറഞ്ഞ പോലെ ഈഴവൻ സമം ഇടതുപക്ഷം അങ്ങനെയായിരുന്നല്ലോ. കേരള കൗമുദി സമം ഈഴവനുമാണ് കമ്മ്യൂണിസ്റ്റുമാണ്. അങ്ങനെ ഒരു ഒന്നുകിൽ ഐദർ CPI ഓർ CPM ആ നിലപാടിൻ്റെ കൂടെ നിന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിയുടെ നിലപാട് മാറുന്നു എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ ഏറ്റവും ആദ്യം അതിൻ്റെ ഗുണഭോക്താക്കൾ UDF ആണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സമദൂര സിദ്ധാന്തം പോലെ പണ്ട് NSS, ഇപ്പോൾ ബിനു പറഞ്ഞ പോലെ NSS നേതാക്കന്മാർ സ്വീകരിച്ചിരുന്ന സമദൂര സിദ്ധാന്തം ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനും സ്വീകരിക്കുന്നു. അത് UDFന് ഗുണകരമാകുന്നു എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ ഒരു ഈഴവ മുഖ്യമന്ത്രിയെ നേരിടാൻ പ്രതിപക്ഷ നേതാവ് ഇല്ലെങ്കിൽ പോലും ഈ സമുദായ സമവാക്യങ്ങൾ സൂക്ഷിച്ചുകൊണ്ടൊരു പുതിയ നേതൃത്വം
UDF കൊണ്ടുവന്നു, പ്രത്യേകിച്ച് UDF കൺവീനറെ. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളിക്കും SNDP യോഗത്തിനൊക്കെ വലിയ സ്വീകാര്യതയുള്ള, അവരുടെ ആക്ടിവിസ്റ്റാണ് ഞാനെന്ന് പറയാൻ, അവരുടെ നേതാവാണ് ഞാനെന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത അടൂർ പ്രകാശിനെ പോലെ ഒരാളെ UDF കൺവീനറായിട്ട്. മാത്രമല്ല കെ സുധാകരനെ പോലെ ഒരു ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റ് എന്ന് മാറ്റിയപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി അടൂർ പ്രകാശിനെ കൊണ്ടുവന്നു. തീർച്ചയായിട്ടും കൊണ്ടുവന്നു. അതിന് വേറൊരു വ്യത്യാസമുണ്ട്. കെ സുധാകരൻ തീയനാണ്. എന്നുവെച്ചാൽ ഈ മലബാർ ഈഴവന്റെ ഒരു പ്രശ്നവും, മലബാർ ഈഴവനല്ല സത്യത്തിൽ SNDPയുടെ ഒരു ബെൽറ്റ്, അറിയാലോ, അത് സൗത്ത് കേരളയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കെ സുധാകരൻ പോരാ, അടൂർ പ്രകാശ് തന്നെ വേണം. അപ്പോൾ ഒരു തിരുവിതാംകൂർ ബെൽറ്റിനെ കൃത്യമായി കൂടെ നിർത്താൻ, തിരുവിതാംകൂർ ഈഴവ ബെൽറ്റിനെ കൂടെ നിർത്താൻ കഴിയുന്ന ഒരു നയം കൂടി ഇതിനകത്തുണ്ട്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കമ്മ്യൂണൽ എലമെന്റാണ്. വെള്ളാപ്പള്ളി നടേശൻ ഒരു കടുത്ത മുസ്ലിം വിരുദ്ധ നേതാവായി അവതരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആരുടെ പാഠം, ആർക്കാണ് പാഠമാകേണ്ടത്? സത്യത്തിൽ അത് നമ്മൾ വിചാരിച്ചിരുന്നത് BJP അങ്ങനെ സ്പേസിലേക്ക് വരുമെന്നാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJPക്ക് ആ സ്പേസിലേക്ക് വരാൻ അവരെത്ര തന്നെ പണിപ്പെട്ടിട്ടും കഴിയുന്നില്ല. അതിനൊരുപാട് ദൗർബല്യങ്ങളുണ്ട് അവർക്ക്. ഒന്ന്, അവർക്ക് ഇത്രയേറെ ജനസമ്മതിയുള്ള ലീഡർഷിപ്പ് ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ബദൽ രാഷ്ട്രീയ സംസ്കാരം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. അത് മാത്രമല്ല അതിലും ഈ നായർ ഈഴവ തർക്കം നിലനിൽക്കുകയാണ്. അതിനകത്തും ഈ പ്രശ്നമുണ്ട്. അവർക്ക് ഈഴവർക്ക് വേണ്ടി മാത്രം ഒരു നിലപാടെടുക്കാൻ പറ്റില്ല. കാരണം അതുകൊണ്ടാണ് BDJS-നും വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ BJPയിലെ ജാതീയത, BJPക്ക് അകത്ത ജാതീയത വലിയ ഘടകമാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്ന ഒരു സാധ്യത, ഈ തീവ്ര മുസ്ലിം വിരുദ്ധ വർഗീയ നിലപാടെടുക്കുന്ന ഒരു ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ഈഴവന്റെ നേതൃത്വമാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഹിന്ദു നേതാവിനെ ഉയർത്തി കാണിക്കാൻ BJPക്ക് സാധ്യമല്ല. ആ സ്പേസിൽ വെള്ളാപ്പള്ളി നടേശൻ വരുന്നുണ്ട്. അതേ സമയത്ത് അങ്ങനെയാണെങ്കിൽ ഇനിയുള്ള BJPയുടെ സ്പേസ് എന്താവും? ആവേണ്ടത്, വേണമെങ്കിൽ നമുക്ക് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, രാഷ്ട്രീയ നിരീക്ഷണം എന്ന നിലയിൽ നമുക്ക് സമർപ്പിക്കാവുന്ന ഒരു അപേക്ഷ, കേരളത്തിലെ സെക്കുലർ ഈഴവനെ, സെക്കുലർ ഹിന്ദുവിനെ, സെക്കുലർ നായരെ സെഗ്രിഗേറ്റ് ചെയ്തെടുത്തിട്ട്, സെക്കുലർ എന്ന് ഞാൻ പറയുന്നത് ദേശീയ നാഷണൽ ഹിന്ദു, മീൻസ് നാഷണൽ ഹിന്ദു, ഇപ്പോൾ നാഷണലിസ്റ്റ് ആയിട്ടുള്ള ഈഴവന്മാരെ, നാഷണലിസ്റ്റ് ആയിട്ടുള്ള നായന്മാരെ, ഇവരെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ദേശീയ ബോധമുള്ള, എന്നാൽ സമുദായ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ സംസാരിക്കുന്ന, നവോത്ഥാനത്തിൻ്റെ ഭാഷയിലുള്ള ഈ ശ്രീനാരായണ ഗുരുദേവന്റെ ആലോചിച്ച് നോക്കൂ. SNDP യോഗം ഒരു കടുത്ത ഹിന്ദു വർഗീയവാദിയുടെ ഭാഷയിൽ SNDP യോഗത്തിന്റെ നേതാവ് സംസാരിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ ആര് സംസാരിക്കും? ആ ഭാഷയിൽ സംസാരിക്കാൻ BJPക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നമ്പൂതിരി മുതൽ നായാടി വരെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ മുദ്രാവാക്യം ഉണ്ടല്ലോ, ആ മുദ്രാവാക്യം ഇങ്ങനെയാണെങ്കിൽ ആർക്കാണ് ഉയർത്താൻ കഴിയുക? അത് ഉയർത്താൻ കഴിയേണ്ടത്, അതിന്റെ സാധ്യത ഉണ്ടാക്കേണ്ടത് എല്ലാ വിഭാഗത്തിലും പെട്ട ദേശീയ താല്പര്യമുള്ള, കമ്മ്യൂണൽ അല്ലാത്ത വിധത്തിൽ, വടക്കേ ഇന്ത്യൻ അല്ലാത്ത ഒരു സൗത്ത് ഇന്ത്യൻ, അല്ലെങ്കിൽ ഒരു ദ്രവീഡിയൻ, അല്ലെങ്കിൽ ഒരു കേരള ഹിന്ദുത്വം എന്ന രീതിയിൽ BJPക്ക് അവതരിപ്പിക്കാൻ സാധിച്ചാൽ അവർക്കൊരു ഐ ഓപ്പണറാണ് ഈ സ്റ്റേറ്റ്മെന്റ്. തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന, അദ്ദേഹം ഒരു വളരെ ഒഫൻസീവായ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവാൻ മുസ്ലിം ലീഗ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, മധ്യ തിരുവിതാംകൂറിൽ പോലും അവർ സീറ്റ് ചോദിക്കും, കേരളം ഭരിക്കണമെങ്കിൽ ഇനി ആര് അധികാരത്തിൽ വന്നാലും മലപ്പുറത്ത് നിന്ന് അന്തിമമായ തിട്ടൂരം കിട്ടേണ്ടി വരും എന്ന് തുടങ്ങിയിട്ട് ഭയങ്കര ഒഫൻസീവാണ്. പലപ്പോഴും മാത്രമല്ല VS അച്യുതാനന്ദനെ അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. VS അച്യുതാനന്ദന് പോലും ആരോ ഫീഡ് ചെയ്ത് കൊടുത്ത രാജ്യമുണ്ട്, 2040 ആകുമ്പോൾ കേരളം മുസ്ലിം ഭൂരിപക്ഷ സ്റ്റേറ്റ് ആകും എന്നൊക്കെ പറയുന്ന അത്യന്തം ബേസ്ലെസ് ആയ സ്റ്റേറ്റ്മെന്റ് പോലും അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. VSന് പറ്റിയ ഒരു തെറ്റ് ഇദ്ദേഹം ആവർത്തിക്കുകയല്ല വേണ്ടത്. അതിന് സാധ്യതയില്ല കേരളത്തിൽ. കാരണം കേരളത്തിലെ ഇപ്പോൾ ജനസംഖ്യ ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഗ്രാഫ് നോക്കിയാൽ പോലും കേരളത്തിൽ മറ്റാരെക്കാളും ശാസ്ത്രീയമായി കുടുംബാസൂത്രണം ഉൾപ്പെടെ സ്വീകരിക്കുന്ന ഒരു സമുദായമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. അതുകൊണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി 2040 100 കൊല്ലം കാത്തിരുന്നാലും ഇവിടെ ഭൂരിപക്ഷമൊന്നും ആകാൻ പോകുന്നില്ല. ആ ആശങ്ക വളരെ അന്യായമാണ്, ആശങ്ക തെറ്റാണ് എന്നുകൂടി അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. പക്ഷേ അദ്ദേഹം, എനിക്ക് തോന്നുന്നു, ഇതൊക്കെ പറയുന്നത് ഈ മുസ്ലിം വിരുദ്ധമായി കിട്ടുന്ന എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളെയും ഏതാണ്ട് സെഗ്രിഗേറ്റ് ചെയ്ത് എടുത്തിട്ട് ഒരു അജണ്ട അദ്ദേഹം സെറ്റ് ചെയ്യുന്നുണ്ട്. അത് ഒരു ഹിന്ദു വികാരത്തിൻ്റെതാണ്. പക്ഷേ അത് SNDPക്ക് ഗുണം ചെയ്താലും ഇല്ലെങ്കിലും അത് കേരളത്തിലെ 2 പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുന്നണികൾക്ക് ദോഷം ചെയ്യുന്നതാണ്. BJPക്ക് പാഠമാകേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.